അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ PC ജോർജ് കീഴടങ്ങി. ഈരാറ്റുപേട്ട മുൻസിഫ് കോടതിയിലാണ് കീഴടങ്ങിയത്. BJP നേതാക്കൾക്കൊപ്പമാണ് PC ജോർജ് എത്തിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയതോടെയാണ് കീഴടങ്ങൽ. ആശാവർക്കർമാരുടെ സമരത്തെ തള്ളി CPIM. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനമാണ് എളമരം കരീമിന്റെ വിമർശനം. സംസ്ഥാനത്തെ ആശാവർക്കർമാർ സർക്കാരിന്റെ കൺമുന്നിൽ അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 15 ദിവസം. ഇത് ഒരു കൂട്ടം തൊഴിലാളി സ്ത്രീകളുടെ നീതി നിഷേധത്തിനെതിരെയുള്ള നിലപാട് പ്രഖ്യാപിക്കൽ കൂടിയാണ്. തിയേറ്ററുകൾ അടച്ചിട്ടുള്ള സമരം അംഗീകരിക്കില്ലെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കാൻ പാടില്ലെന്ന നിലപാട് അംഗീകരിക്കില്ലെന്നും വേതന കാര്യത്തിൽ സമവായ ചർച്ച നടത്തുമെന്നും അമ്മ. ആറളത്തുണ്ടായ അസാധാരണ സംഭവമെന്നും ജനങ്ങളുടെ പ്രതികരണം സ്വാഭാവികമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ. ഒരാഴ്ച കൊണ്ട് നടപ്പിലാക്കേണ്ട കർമ്മ പരിപാടികൾ രൂപം നൽകും. അടിക്കാടുകൾ വെട്ടി സഞ്ചാരപഥം കൃത്യമായി ഒരുക്കും. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണം ശരിയല്ലെന്നും AK ശശീന്ദ്രൻ. ആറളത്ത് കാട്ടാനാക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. വനമന്ത്രി പങ്കെടുക്കുന്ന സർവകക്ഷി യോഗം വൈകിട്ട് നടക്കും. പഞ്ചായത്തിൽ UDF BJP ഹർത്താൽ ശക്തം. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃയോഗം ഇന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പ്രധാന അജണ്ടയാകും. തരൂർ വിഷയവും യോഗത്തിൽ ചർച്ചയായേക്കും. പ്രശ്നം ഹൈക്കമാൻഡ് പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വം. NCP സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പാർട്ടി പദവിയിലെ ഒഴിവ് നികത്തുമെന്നും കേന്ദ്ര നേതൃത്വം ആരെ തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്നും മന്ത്രി. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ അതിക്രമം നടത്തിയെന്ന കേസിലാണ് കുറുപ്പംപടി പോലീസിന്റെ നടപടി. ഹോട്ടലിലെ ഭക്ഷണം വൈകിയതിന് ഭീഷണി മുഴക്കിയെന്നും സാധനങ്ങൾ തല്ലി തകർത്തുവെന്നുമായിരുന്നു പരാതി. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് സംഭവം. ന്യൂമോണിയയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് വത്തിക്കാൻ. പോപ്പിനിപ്പോൾ ശ്വാസതടസ്സമില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഓക്സിജൻ നൽകുന്നത് തുടരുകയാണ്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി മുറിയിലിരുന്ന് തനിക്കായി പ്രാർത്ഥിക്കുന്നവരോട് പോപ്പ് നന്ദി പറഞ്ഞു. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഴമ്പിളിച്ചാൽ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. വേനൽ കനത്തതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുള്ള പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ശശി തരൂരിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസ്. ഞാനാണ് ഏറ്റവും കേമനെന്ന് ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ശശി തരൂരിന്റെ അഭിമുഖം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപുള്ളതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. നേതാക്കൾ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള CPM അജണ്ട നേതാക്കൾ തിരിച്ചറിയണമെന്നും രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിനെതിരെയുള്ള സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനൊരുങ്ങി കേരള ഒളിമ്പിക് അസോസിയേഷൻ. കായിക സംഘടനകൾ പണം വാങ്ങി പൂട്ടിച്ചുവെന്ന കായിക മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും അസോസിയേഷൻ. കാസർകോട് ബേക്കലിൽ പോലീസിന്റെ അതിക്രമം നേരിട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കണ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതിഷേധം. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചാണ് കേസ്. മറ്റൊരു പ്രതിയെ പിടികൂടാനെത്തിയപ്പോഴാണ് ആളുമാറി ഹൃദ്രോഗിയായ കണ്ണനെ പ്രൊബേഷണൽ SI മർദ്ദിച്ചത്.
പത്തനംതിട്ട റാന്നിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാഗ്വാദം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് സംഭവം. റാന്നി താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി തിരികെ പോകുമ്പോഴായിരുന്നു പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. ഇടുക്കിയിൽ പണം ഇരട്ടിച്ച് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശി സിറാജുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതിയായ മുരുകനും സഹായിയും രക്ഷപ്പെട്ടു. ഇടുക്കി രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് ബിജുവും കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത. കൂടെയുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ മൊഴി തിരുത്തി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി പ്രവർത്തകരും രംഗത്ത്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരണം. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവതി മരിച്ചു. കുഞ്ഞിലാരി സ്വദേശി മരിച്ചത് 39 വയസ്സായിരുന്നു. 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിലായിരുന്നു. തിരുവനന്തപുരം വട്ടപ്പാറയിൽ പാർക്കിൻസൺ രോഗിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. കുറ്റിയാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയകുമാരി എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ആഹാരം നൽകാനെത്തിയ മരുമകളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അനിയൻ ചേട്ടനെ കഴുത്തിൽ കയർ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പ്രസന്നനാണ് മരിച്ചത്. സംഭവത്തിൽ അനിയൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണം പുരോഗമിക്കുകയാണ്. മദ്യലഹരിയിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തൃശൂർ ചാലക്കുടി പുഴയിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ചെങ്ങാലൂർ സ്വദേശി ജിബിനാണ് മരിച്ചത്. ചാലക്കുടി കൂടപ്പുഴ തടയണയ്ക്ക് താഴെയായിരുന്നു അപകടം. ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബാറിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. പെരുമ്പഴുതൂർ സ്വദേശി സാജനാണ് പിടിയിലായത്. ബാറിലെ ആക്രമണത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റിരുന്നു. വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂരിൽ അതിർത്തി തർക്കത്തെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിൽ അയൽവാസിയുടെ തലയടിച്ച് തകർത്തു. പുറമണ്ണൂർ സ്വദേശി നാസറിനാണ് പരിക്കേറ്റത്. അടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ നാസർ ആശുപത്രിയിൽ ചികിത്സ തേടി. വളാഞ്ചേരി പോലീസ് കേസെടുത്തു. കൊല്ലം ചിതറയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചത് തോട്ടുമുക്ക് സ്വദേശി സജിത്ത്. സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് തെറിച്ചു വീണ സജിത്തിന്റെ ദേഹത്തു കൂടി ബസ് കയറിയിറങ്ങുകയായിരുന്നു. വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. പാലക്കാട് തൃത്താലയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 1 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും പൊന്നാനി പട്ടാമ്പി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കടവല്ലൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടത്തിൽ കടവല്ലൂർ സ്വദേശി മുഹമ്മദ് ഹനീഫയ്ക്ക് പരിക്കേറ്റു. കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുൻപിലായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. മലപ്പുറം എടക്കരയിൽ മരം മുറിക്കുന്നതിനിടെ മരം ദേഹത്ത് വീണ് ഒരാൾ മരിച്ചു. എടക്കര സ്വദേശി ഷിബു ആണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. അപകടത്തിന് പിന്നാലെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ എറവ് 6-ാം കല്ലിൽ അടിപിടിക്കിടെ തലയടിച്ച് നിലത്ത് വീണ മധ്യവയസ്കൻ മരിച്ചു. പുളിക്കത്തറ വീട്ടിൽ മോഹനനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രദേശവാസികളായ 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. 23 കിലോ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് കഞ്ചാവ് പിടികൂടിയത്. രാമങ്കിരിയിൽ വൃദ്ധയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ യുവാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കനാലിൽ ചാടിയ പ്രതിയെ ഫയർഫോഴ്സ് രക്ഷിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന അഖിലിനെയാണ് പിടികൂടിയത്. പ്രതിയെ രാമങ്കരി പോലീസിന് കൈമാറുമെന്ന് നെയ്യാറ്റിൻകര പോലീസ് അറിയിച്ചു.
തൃശൂർ പുത്തൂർ അമ്പലക്കടവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ SN പുരം സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്. പുത്തൂരിൽ ആനപ്പാപ്പാനായി ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതി അമ്പലത്തിൽ മോഷണം നടത്തിയത്. മോഷണത്തിന് പിന്നാലെ ഇയാൾ ജോലി നിർത്തി മുങ്ങുകയായിരുന്നു. ഇടുക്കി രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംയുക്ത വാർഷികവും കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. സ്വയം സഹായ സംഘങ്ങളെയും കുടുംബശ്രീയുടെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് P. മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡൽഹി ആസ്ഥാനമായ സെൻട്രൽ ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരം സംവിധായകയും തിരക്കഥാകൃത്തും സാമൂഹിക പ്രവർത്തകയുമായ ആതിര വയനാടിന്. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം. തൃശൂർ പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ മുൻവശത്തുള്ള റോഡിൽ 2 ദിശാഫലക സൂചക ബോർഡുകൾ സ്ഥാപിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവക വികാരിയും ഡയറക്ടറുമായ ജോസഫ് മുരിങ്ങാത്തേരി ദിശാഫലക സൂചനാ ബോർഡ് അനാച്ഛാദനം ചെയ്തു. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്ക് 3 മുതൽ 7 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കണമെന്നും ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി ഇടുക്കി ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ നികുതിക്കൊള്ള അവസാനിപ്പിക്കുന്നതിനും സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ വെബ്സൈറ്റ് പുതിയ സർവേയറിലേക്ക് മാറുന്ന സാങ്കേതിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പൊതുമരാമത്ത് വകുപ്പ് വെബ്സൈറ്റിന്റെയും പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകൾക്കുള്ള ഓൺലൈൻ ബുക്കിംഗിന്റെയും സംവിധാനത്തിന്റെയും സേവനം ലഭ്യമാകില്ല. ഫെബ്രുവരി 24 രാവിലെ മുതൽ 27 രാവിലെ 10 മണി വരെ താൽക്കാലികമായി ലഭ്യമാകില്ലെന്ന് ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂർ തൃപ്രയാറിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറവും ചെമ്മാപ്പിള്ളി ലൈഫ് കെയർ ക്ലിനിക്കും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൗജന്യ മരുന്ന് വിതരണവും നടത്തി. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്തകൾ തുടരുന്നു. കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. വയനാട്ടിൽ നിന്നും കൊട്ടിയൂർ ഭാഗത്തേക്ക് വന്ന കാറിനാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കൊല്ലം ദേശീയപാതയിൽ കല്ലുംതാഴം കവലയിൽ ക്ഷേത്രത്തിന് മുന്നിലെ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു. ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനിടെ പകുതി ഭാഗം റോഡിലേക്ക് ഒടിഞ്ഞു വീണ് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. കോഴിക്കോട്ടെ ആനപ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഉത്സവത്തിന് ഇനി ആനയില്ലെന്ന വിഷമം വേണ്ട. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ചത് റോബോട്ടിക് ഗജവീരനെയാണ്. കാരപ്പറമ്പ് നെല്ലിക്കാവ് ക്ഷേത്രത്തിലെ വരവാഘോഷ ചടങ്ങിനാണ് റോബോട്ടിക് ഗജവീരൻ എത്തിയത്. തൃശൂർ തെക്കുംകര പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. പുന്നംപറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന പരിപാടി തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ടശ്ശാം കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി KR സത്യയുടെ കുടുംബത്തിന് മരണാനന്തര സഹായമായി 5 ലക്ഷം രൂപ കൈമാറി. സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ധനസഹായം നൽകി. വ്യാപാരമിത്ര വൈസ് പ്രസിഡന്റ് സച്ചിൻ കാട്ടിലും പങ്കെടുത്തു. കാസർഗോഡ് പറക്കളായിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി. നേർച്ച രൂപങ്ങളും ഭൂതാരാധനയുടെ ഭാഗമായി ഉപയോഗിച്ചു വന്ന വസ്തുക്കളുമാണ് ലഭിച്ചത്. വീട് നിർമ്മിക്കുന്നതിന് മണ്ണ് മാറ്റുമ്പോഴാണ് പുരാവസ്തുക്കൾ കണ്ടെത്തിയത്. 16-17 നൂറ്റാണ്ടുകളിൽ ഉത്തര കേരളത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന അനുഷ്ഠാനമായ നേർച്ച സമർപ്പണത്തിന്റെ രൂപങ്ങളും ഭൂതാരാധനയുടെ ശേഷിപ്പുകളുമാണിതെന്നാണ് നിഗമനം.
തൃശൂർ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് കുമാരനെല്ലൂർ ദേശം സംഘടിപ്പിച്ച പൂരനിലാവിന്റെ 4ാം ദിവസം കാണികളെ കയ്യിലെടുത്ത് പ്രശസ്ത ഗായകൻ അരവിന്ദ് ദിലീപ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഉദയകുമാർ മുഖ്യാതിഥിയായി. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ 2023 ഫെലോഷിപ്പ് എൻഡോൺമെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങിൽ കെ രാധാകൃഷ്ണൻ എപ്പി അവാർഡുകൾ വിതരണം ചെയ്തു. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് ഫെലോഷിപ്പ്. തൃശൂർ പോഴങ്കാവ് പഞ്ചായത്ത് കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പും ശ്രീനാരായണപുരം പഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഉദ്ഘാടനം പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. 270 മത്സ്യ കർഷകർക്ക് 9.15 ഹെക്ടറിൽ 68,625 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ കളക്ടറുടെ മീറ്റ് യുവർ കളക്ടർ പരിപാടി 25 അധ്യായങ്ങൾ പൂർത്തിയാക്കി. 25ാം അധ്യായത്തിൽ പെരിങ്ങണ്ടൂർ പോപ്പ് പോൾ മേഴ്സ് ഹോമിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളായി. 2024 സെപ്റ്റംബർ 4 മുതൽ 2025 ഫെബ്രുവരി 12 വരെ നടന്ന പരിപാടിയിൽ 15 സ്കൂളിൽ നിന്നും 5 കോളേജുകളിൽ നിന്നും 5 വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും പങ്കെടുത്തു. കണ്ണൂർ കല്യാശ്ശേരി BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BJP നേതാവായിരുന്ന ടോം ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണപുരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ പുതുതായി 5 കേന്ദ്രങ്ങളിൽ കൂടി മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. മിനി മാസ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി GR അനിൽ നിർവഹിച്ചു. മന്ത്രിയുടെ വികസന ഫണ്ടിൽ നിന്ന് തുക ചിലവിട്ടാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി മർലേന ഡൽഹിയിൽ പ്രതിപക്ഷത്തെ നയിക്കും. BJP മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയെ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരു വനിതയെത്തുന്നത്. ഇതാദ്യമായാണ് ദില്ലിയിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവാകുന്നത്. ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അടക്കമുള്ള പ്രമുഖർ തോറ്റപ്പോൾ കൽക്കാച്ചി മണ്ഡലത്തിൽ വിജയം പിടിക്കാനായത് അതിഷിക്ക് മാത്രമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ പാരമ്യത്തിലെത്തിയിട്ട് ഇന്ന് 3 വർഷം തികയുകയാണ്. 2014 തർക്കങ്ങളും സംഘർഷങ്ങളും ഉടലെടുത്തിരുന്നെങ്കിലും യുക്രൈനുമേലുള്ള റഷ്യയുടെ 2022 കടന്നാക്രമണമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാവ് ഹസൻ നസ്ലർ സംസ്കാര ചടങ്ങുകൾ നടത്തി. ഹിസ്ബുള്ളയുടെ ശക്തി പ്രകടനം. ലെബനനിലെ തെക്കൻ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള നിയന്ത്രിക്കുന്ന മേഖലയിലുള്ള സ്പോർട്സ് സ്റ്റേഡിയത്തിലായിരുന്നു ഖബറടക്ക ചടങ്ങുകൾ. 55,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ആദ്യഘട്ട ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായുള്ള 602 പലസ്തീൻ തടവുകാരുടെ മോചനം നീട്ടിവെച്ച് ഇസ്രായേൽ. 63 ഇസ്രായേലി ബന്ദികൾ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാനിരിക്കെയാണ് തടവുകാരുടെ മോചനം നീട്ടിവെച്ചുകൊണ്ടുള്ള ഇസ്രായേൽ നടപടി. ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി 6 ബന്ദികളെ ഹമാസ് കൈമാറിയിരുന്നു. രാജ്യത്തിന് സമാധാനം കിട്ടുമെങ്കിൽ പദവി ഒഴിയാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി. 2019 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സെലൻസ്കി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന ട്രംപിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. +2 കഴിഞ്ഞ 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർ ഫെബ്രുവരി 27 രാവിലെ 10 ആധാർ കാർഡ് 3 ബയോഡാറ്റയുമായി എത്തണം. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ആയുർ സാന്ത്വനയിലേക്ക്
മൾട്ടി പർപ്പസ് വർക്കർ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി ഫെബ്രുവരി 27 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേരണം. ഡൽഹിയിലേക്ക് ന്യൂയോർക്കിൽ നിന്ന് വന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനം സുരക്ഷാ ഭീഷണി മൂലം റോമിലേക്ക് തിരിച്ചുവിട്ടു. ന്യൂയോർക്കിലെ ജോൺ എഫ് കെനഡി എയർപോർട്ടിൽ നിന്നാണ് വിമാനം പുറപ്പെട്ടത്. വിമാനം ഇറ്റാലിയൻ വ്യോമസേനയുടെ അകമ്പടിയോടെ റോമിലെ വിമാനത്താവളത്തിൽ ഇറങ്ങി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി SC വിഭാഗക്കാർക്കായി നടത്തുന്ന 1 വർഷത്തെ സൗജന്യ സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അതിനൂതന സൈബർ സെക്യൂരിറ്റി പരിശീലനവും ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷനുകളും 100% പ്ലേസ്മെന്റുമാണ് കോഴ്സിന്റെ സവിശേഷത. ഫെബ്രുവരി 28 വരെ രജിസ്റ്റർ ചെയ്യാം. ഇന്ത്യൻ എംബസി സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് ഫെബ്രുവരി 28-ന് ഇൻഡസ്ട്രിയൽ ഏരിയ ഏഷ്യൻ ടൗണിൽ നടക്കുമെന്ന് ദോഹയിലെ എംബസി അധികൃതർ അറിയിച്ചു. ICBF-മായി സഹകരിച്ച് നടത്തുന്ന സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് ഏഷ്യൻ ടൗണിലെ ഇമാറ ഹെൽത്ത് കെയറിലാണ് നടക്കുക. ICBF ഇൻഷുറൻസിൽ ചേരുന്നതിനുള്ള സൗകര്യവും ക്യാമ്പിലുണ്ടായിരിക്കും. നടി ശരണ്യ പൊൻവണ്ണനൊപ്പമുള്ള ധനുഷിന്റെ നൃത്തരംഗങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ ശ്രദ്ധ നേടുന്നു. ധനുഷ് സംവിധാനം ചെയ്യുന്ന നിലാവു കന്മേൽ എന്നടി കോപം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ദൃശ്യങ്ങളാണിത്. മാത്യു തോമസ്, പ്രിയ വാര്യർ, അനിക സുരേന്ദ്രൻ എന്നീ മലയാളി താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. സൈജു കുറുപ്പ് നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. അഭിലാഷം എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ പ്രണയ പശ്ചാത്തലത്തിലാണ് ഒരുങ്ങുന്നത്. മണിയറയിലെ അശോകന് ശേഷം ഷംസു സെയ്ബ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, തൻമീറാം എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്ന ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്തതിന്റെ സന്തോഷം പങ്കുവെച്ച് നടി മാളവിക മോഹനൻ. തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നാണിതെന്നും മാളവിക ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ നടി പങ്കുവച്ചു. ലോസ് ആഞ്ചലസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ ഇന്ത്യൻ ഐക്കോണിക് സിനിമകൾ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു. 2025 മാർച്ച് 7 മുതൽ ഏപ്രിൽ 19 വരെ നീണ്ടുനിൽക്കുന്ന ഇമോഷണൽ ഇൻ കളർ എ കാലിഡോസ്കോപ്പ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന വിഭാഗത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള 12 സിനിമകളുടെ പ്രദർശനം നടക്കുക. പൃഥ്വിരാജ് ചിത്രം എമ്പുരാനിൽ ഗെയിംസ് ഓഫ് ത്രോൺസ് താരം ജെറോം ഫ്ലിനും ബോറിസ് ഒലിവർ എന്ന കഥാപാത്രത്തെയാണ് ജെറോം അവതരിപ്പിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയുമാണ് ജെറോം ഫ്ലിന്നിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയത്. മാർച്ച് 27-നാണ് ചിത്രം റിലീസിനെത്തുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാറുന്ന കാലത്തിന്റെ കഥ പറയുന്ന വിനയ് ഗോവിന്ദ് ഒരുക്കിയ ചിത്രം ഗെറ്റ് സെറ്റ് ബേബി തിയേറ്ററുകളിൽ തോറും മികച്ച പ്രതികരണം. ബുക്ക് മൈ ഷോയിൽ 9.6 റേറ്റിംഗുമായി ട്രെൻഡിംഗിലേക്ക് കൊതിക്കുകയാണ് ചിത്രം. കുടുംബ പ്രേക്ഷകരിൽ നിന്നുൾപ്പെടെ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഭീര വരവേൽപ്പാണ്. തമന്ന ചിത്രം ഒഡല്ല 2-ന്റെ ടീസർ പുറത്ത്. നിർമ്മാതാക്കൾ ഒരു ഫാൻസി ഹൊറർ ചിത്രം എന്ന നിലയിലാണ് ചിത്രം ഇറങ്ങുന്നത്. മെറൂൺ വസ്ത്രത്തിൽ രുദ്രാക്ഷം ധരിച്ച സന്യാസി വേഷത്തിലാണ് തമന്ന എത്തുന്നത്. ആദ്യ ചിത്രം ഒരു മർഡർ മിസ്റ്ററി ചിത്രമാണെങ്കിൽ ഒഡേല 2 ഫാന്റസി ഹൊറർ ചിത്രം എന്ന നിലയിലാണ് ഇറങ്ങുന്നത്.